അഗ്രസീവ്നെസ്സിനും അമാനുഷികതയ്ക്കുമിടയിൽ പലയാവർത്തി നിസ്സഹായനായ മലയാളിയായി അയാളെത്തി. നഷ്ടബോധത്തിനൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. ഏത് കാലഘട്ടത്തിലും കരച്ചിലേക്ക് മോഹൻലാൽ പകരുന്ന സത്യസന്ധത കൊണ്ടാണ് പ്രേക്ഷകർക്ക് നമ്മുടേതെന്ന പോലെ പെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാനും റിലേറ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. കൂനിക്കൂടിയിരുന്ന് മുഖം പൊത്തി കരയുന്ന, ഏങ്ങലടിക്കുന്ന, നിലവിളിക്കുന്ന, വിഷമം തൊണ്ടയിൽ കുരുങ്ങുന്ന കരച്ചിലുകൾ എന്നിവ ലോകത്തുള്ള ഏത് മനുഷ്യനെയും കണക്ട് ചെയ്യും. അതിന് ഭാഷയില്ല, അതിർത്തികളും. നാടോടിക്കാറ്റിൽ ഇന്നസെന്റിനോട് പട്ടിണിയാണ് ബാലേട്ട എന്ന് പറയുന്ന തൊഴിൽ രഹിതൻ. ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം വലിയ തെറ്റായി പോകുന്നുവെന്ന് കിരീടത്തിൽ അമ്മയോട് പറയുന്ന മകൻ. നമ്മൾ പിരിയുകയാണ്, ഞാൻ മരിച്ചുപോയാൽ അച്ഛനെ പോലെ മറ്റാരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്നും എല്ലാ മോഹങ്ങളും ഞാൻ തകർത്തുവെന്നും അച്ഛനോട് മാപ്പ് പറയണമെന്നും പറഞ്ഞ് ഏർപ്പാടാക്കുന്ന സുഹൃത്ത്. ഇത്രയും മാത്രം മതിയാവും പ്രിവിലേജ് ഇല്ലാത്തതും തൊഴിൽ രഹിതനുമായ മലയാളി യുവത്വത്തിന്. ജീവിത പ്രാരാബ്ദങ്ങളുടെ നടുവിൽ കുളിമുറിയിൽ കയറിയിരുന്ന് കരഞ്ഞ ബാല്യകൗമാര യൗവനങ്ങൾക്ക് അടുത്ത വീട്ടിലെ അനിയനോ ചേട്ടനോ എന്ന പോലെ അയാൾ അനുഭവപ്പെടാൻ. കിരീടം വീണ്ടും കാണുമ്പോൾ തിലകന്റെ അയ്യപ്പൻ നായർക്ക് സ്ഥലം മാറ്റം ലഭിക്കില്ലേ എന്നും സേതുമാധവൻ തുടർന്നുള്ള വിഷയങ്ങൾ ഇടപെടല്ലേ എന്നും ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. യുക്തിരഹിതമെങ്കിലും അതൊരു സ്നേഹമുള്ള ആലോചനയാണ്. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടല്ലേ ആ തെരുവിൽ സേതുമാധവനെല്ലാം നഷ്ടപ്പെട്ടതെന്ന് വേദനയോടെ മാത്രം കണ്ടു തീർക്കുന്നു നമ്മൾ. ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന തൊട്ടടുത്തെത്തിയ ഘട്ടത്തിൽ കൺമുന്നിലെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരാളുടെ നിസ്സഹായത, ചെറുത്തുനിൽപ്പ് എല്ലാം അതിലുണ്ട്. ഇഷ്ടപ്പെട്ട പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിക്കുന്ന വേളയിൽ മരത്തിന്റെ മറപറ്റി അയാൾ നിന്ന നിൽപ്പിൽ ഇതേ തരത്തിൽ വേണ്ടപ്പെട്ടയാൾ നഷ്ടമായതും പ്രണയത്തിൽ തോറ്റുപോയെന്ന് വിശ്വസിക്കുന്ന 1000 മനുഷ്യരെ അവർ തന്നെ കണ്ടിരിക്കണം. കഥാപാത്രമായി മാറുന്നതിലെ സൂക്ഷ്മതയുടെ അടയാളപ്പെടുത്തൽ നിരവധിയാണ്. ദേവദൂതനിലെ പാട്ടിൽ മോഹൻലാൽ പെർഫോം ചെയ്യുന്നത് എത്രയോ വട്ടം ചർച്ചയായിരിക്കുന്നു. വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുന്നത് നിരീക്ഷിക്കുന്നതും അതിൽ തൃപ്തി വരാതെ അയാളത് ക്ലിയർ ചെയ്യുന്നതുമൊക്കെ എത്രയോ വട്ടം നാം കണ്ടിരിക്കുന്നു. അതൊക്കെ അസാമാന്യ മെയ്വഴക്കത്തോടെയാണ്. സ്ട്രെയിൻ ഇല്ലാതെ വളരെ അനായാസമായി ഓരോ സ്റ്റെപ്പും പറഞ്ഞു കൊടുക്കുന്ന ഒരു മാസ്റ്ററെ സെക്കൻഡുകൾക്കിടയിൽ കാണാം. വെറുതെ ഒരു ഉദാഹരണം പറയാം. ദേവദൂതൻ ഇറങ്ങി 25 വർഷങ്ങൾക്ക് ശേഷമാണ് തുടരും എത്തിയത്. തുടരും സിനിമയുടെ കോൺഫ്ലിക്റ്റുകൾക്ക് മുന്നേ വീടിന്റെ തിണ്ണയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ബെൻസ് ആസ്വദിച്ച് കഞ്ഞുപിടിക്കുന്ന ഒരു സീനുണ്ട്. ഇടയ്ക്കൊക്കെ പലർക്കൊപ്പം അവിടെ ഇരുന്ന് കഥ പറയുന്നുമുണ്ട്. വർഷങ്ങളായി അയാൾ ഇരിക്കുന്ന തിണ്ണ പോലെ അവിടെ ഇരുന്നാൽ മാത്രം തന്നിലെ കുടുംബസ്ഥൻ പൂർണ്ണമാകുന്നത് പോലെ തോന്നും. പൊതുവെ ലൗഡായ കഥാപാത്രങ്ങൾ നിറയുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് ജനതാ ഗ്യാരേജ് ഇറങ്ങിയത്. ഒരു പരിധിവരെ ആ സിനിമയും അങ്ങനെ തന്നെയാണ്. എന്നാൽ മോഹൻലാലിന്റെ സത്യ അതിനൊപ്പമല്ല. ജനതാ ഗ്യാരേജ് എന്നാണ് പേരെങ്കിലും സത്യ മെക്കാനിക് ആണെങ്കിലും ഒരു സീനിൽ മാത്രമേ അയാൾ ജോലിയുടെ ഭാഗമായി വളയം പിടിക്കുന്നുള്ളൂ. ഗിയർ ചേഞ്ച് ചെയ്ത് നീങ്ങുമ്പോൾ കാറിന്റെ അവസ്ഥ, ചെയ്യാനുള്ള മാറ്റങ്ങൾ, മുറുക്കേണ്ട ഭാഗങ്ങൾ എന്നിവ അയാൾക്ക് മനസ്സിലാകുന്നു. പണിയിൽ പ്രഗത്ഭനായ തഴക്കം ചെന്ന കാർ മെക്കാനിക് എങ്ങനെയോ അങ്ങനെ തന്നെ. കൂടുതലില്ല. മോഹൻലാൽ മലയാളിക്കാരെന്ന് വിശദീകരിക്കാൻ സിനിമകളും കഥാപാത്രങ്ങളും എടുത്തു പറയേണ്ടതുമില്ല. ഫാൽക്കെ അവാർഡ് നേട്ടത്തിലെ തെളിവ് നിരത്തിലുമല്ല. മലയാളത്തിന്റെ മോഹൻലാൽ എന്നത് ഒരു പരസ്യവാചകമല്ല, അത്രമാത്രം.